ഹായ് ഡിയേഴ്സ്, കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു അടിപൊളി പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിൾ മെത്തേഡും ആണ്. പിന്നെ ഇത് ഓവനൊന്നും ഇല്ലാതെ സ്റ്റൗവിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഈവൻ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു മണിക്കൂർ മുമ്പ് ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ച് വെക്കണം എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ പെട്ടെന്ന് കുട്ടികൾ വന്നൊന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബേസ് ഒക്കെ കിട്ടും. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടെ തന്നേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഇതേ നമുക്ക് ഒരു കപ്പ് ഇളം ചൂട് വെള്ളത്തിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റും കൂടിയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊങ്ങാൻ വെക്കണം. അപ്പോൾ ഈസ്റ്റ് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി ഇതേ നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും അതിനകത്തോട്ടേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ 10 മിനിറ്റ് മുമ്പ് മാറ്റി വെച്ച നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് നന്നായിരിക്കണം എന്നുള്ളത്, അതായത് ഫ്രഷ് പുതിയതായിരിക്കണം. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴക്കം ചെന്നതല്ലാത്ത ഈസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് അത് ഉറപ്പായിരിക്കണം കേട്ടോ. അപ്പം നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് പൊങ്ങി വരും 10 മിനിറ്റ് കൊണ്ട്. അപ്പോഴാണ് നമ്മുടെ പിസ്സ നന്നായി കിട്ടുക കേട്ടോ. എന്നിട്ട് ആ വെള്ളം വെച്ച് നമുക്ക് ഈ 2 കപ്പ് മാവ് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ആ വെള്ളം തന്നെ മതിയാവും കേട്ടോ. പിന്നെ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാതെ ഈ ഒരു പാകത്തിന് നിങ്ങൾ കുഴച്ച് എടുക്കണം. എന്നിട്ട് ഒരു മണിക്കൂർ മിനിമം മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴേ അത് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഞാനിവിടെ എടുക്കുന്ന പച്ചക്കറികൾ ഇതാണ് കേട്ടോ. 3 തരത്തിലുള്ള ക്യാപ്സിക്കും, തക്കാളിയും, ഉള്ളി. എൻ്റെ മക്കൾക്ക് ഉണ്ടല്ലോ പച്ചക്കറികൾ പൊടിയായി അരിഞ്ഞിട്ട് നിറയെ ഇട്ട് കൊടുക്കണം കേട്ടോ പിസ്സക്ക് മേലെ. അല്ലാതെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതല്ല ഇഷ്ടം. നിറച്ചും പച്ചക്കറികൾ ഇട്ടിട്ടാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിറയെ കുനുകുനായിട്ട് അരിഞ്ഞ് നിറയെ പച്ചക്കറി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം കേട്ടോ. ഇനി അതൊക്കെ ഞാനൊരു ബൗളിലേക്ക് അരിഞ്ഞെടുത്തു. ഞാൻ ഓരോരോ കളറിലുള്ള 3 ക്യാപ്സിക്കം എടുത്തു, 1 തക്കാളി എടുത്തു, 1 വലിയ സവാള എടുത്തു കേട്ടോ. എന്നിട്ട് അത് പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തോട്ടേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് നമ്മുടെ ഒറിഗാനോ ഇല്ലേ പിസ്സക്കൊക്കെ ചേർക്കുന്ന ഇത് നമ്മുടെ സീസണിങ് അത് ഇട്ട് കൊടുത്തു. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ചേർക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ പിസ്സയ്ക്ക് മേലെയും ഇങ്ങനെ വെതറി കൊടുക്കുന്നതിന് പകരം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടിയും ഈ പച്ചക്കറികൾക്കൊക്കെ ആ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. ഇനി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് ഉണ്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനത് 2 പോർഷൻ ആക്കിയിട്ട് 2 ആൾക്കും കൂടിയിട്ട് ഓരോരു പിസ്സ ആയിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ഇതേ പ്ലേറ്റിനകത്തോട്ട് നമ്മുടെ സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ആണ് കണ്ടോ, ആ പ്ലേറ്റിനകത്തോട്ടേക്ക് പകുതി അളവിലെടുത്തു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കും. നന്നായിട്ട് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ പരന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ലെവലാക്കി എടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗം നമുക്ക് ഒന്ന് കുഴി വരുന്ന വിധത്തിൽ കണ്ടോ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതായത് നമുക്ക് അതിൽ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത് പൊങ്ങി വരും, ഈസ്റ്റ് ചേർത്തതല്ലേ. അപ്പം നമുക്ക് പൊങ്ങി വരേണ്ട ആവശ്യമില്ല, പിസ്സ ബേസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊങ്ങാതിരിക്കാൻ വേണ്ടി ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തി കൊടുക്കണം. നന്നായിട്ട് എല്ലാവിടെയും കുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പിസ്സ സോസ്, ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി പിസ്സ സോസ് വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ടൊമാറ്റോ, നമ്മുടെ ചുവന്ന കാശ്മീരി മുളക്, 2 വെളുത്തുള്ളി ഇതൊക്കെ കൂട്ടി നന്നായിട്ട് വെള്ളത്തിലിട്ട് വേവിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ടേക്ക് കുറച്ച് നമ്മുടെ സീസണിങ് ഒറിഗാനോ അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്തെടുത്താൽ പിസ്സ സോസ് റെഡിയാവും. അപ്പം ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് തന്നെയാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് അതാണ് കേട്ടോ ഇഷ്ടം. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കും. അതായത് നമ്മൾ ഈ പച്ചക്കറികൾ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അത് അവിടെ നന്നായിട്ട് ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നിറച്ചും പച്ചക്കറികൾ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. ഇവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. എന്നിട്ട് മേലെ കുറച്ച് നമ്മൾ ചില്ലി ഫ്ലേക്സും കുറച്ചും കൂടി ഒറിഗാനോയും കൂടെ മേലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കും. അത്രേ വേണ്ടുള്ളൂ. എന്നിട്ട് ആ പച്ചക്കറിയുടെ മേലെ വീണ്ടും കുറച്ച് നന്നായിട്ട് ചീസ് കൊടുക്കും. കുട്ടികൾക്ക് ചീസ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ എൻ്റെ പിള്ളേർ ഈ പിസ്സ കഴിക്കുന്നത്. അത്രയും ഇഷ്ടമാണ് ചീസ്. അപ്പോൾ അത്രത്തോളം ചീസ് വേണം നമുക്ക് അത്രയും ഇട്ട് കൊടുക്കുക. ചീസൊക്കെ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ, ഹെൽത്തി തന്നെയാണ്. അതുകൊണ്ട് അത് പേടിക്കുകയൊന്നും വേണ്ട വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നതിന്. പിന്നെ ഇതേ എൻ്റെ ബേക്കിംഗ് എപ്പോഴും ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ പറയാറുണ്ട്. സ്റ്റൗ ടോപ്പിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ റിങ് വെച്ചിട്ട് മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അത് കൂടുതൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറ്റവും ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം. അത് നിങ്ങൾക്ക് ബേസ് നന്നായിട്ട് മുരുമുരി ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് നേരം വെക്കുക. എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ മുരിഞ്ഞ് കിട്ടണ്ട, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ബേസാണ് അവർക്കിഷ്ടം. പക്ഷേ ഇതൊക്കെ മെൽട്ടായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് സൈഡൊക്കെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കുട്ടികൾക്ക് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവ് ഞാനിപ്പോൾ ഒരു 6 പീസായിട്ട് ഇത് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
എത്ര സിമ്പിളായിട്ടല്ലേ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ പിസ്സ ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസ് ആയതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് വെലിഞ്ഞൊക്കെ വരുന്നത്. ഇനി അത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ നോർമൽ ചീസ് ആയാലും മതി കേട്ടോ. അപ്പോൾ നോക്കൂ, അടിപൊളിയായിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നതിന്. നിങ്ങൾക്ക് നല്ല ക്രഞ്ചി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നേരം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.